പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥന സപ്പോർട്ട് കൊടുക്കുന്നത് 1843 പേര് കടബാധ്യതയിൽ സങ്കടത്തോടുകൂടി ഫോണിലൂടെയും മെസ്സേജിലൂടെയും പ്രാർത്ഥനാ സഹായം ചോദിച്ച ഈ മക്കളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പരിചയത്തിലുള്ളവരെയും ലോകം മുഴുവനുമുള്ള എല്ലാ കടബാധ്യതയിൽ പെട്ടുകിടക്കുന്ന മക്കൾ, അതുപോലെ 257 പേരുടെ ജീവിതത്തിൽ ജപ്തി നോട്ടീസ്, പലരുടെയും വീടിൻ്റെ വാതിലിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചവരുണ്ട്. ജപ്തി നോട്ടീസ് ഒട്ടിക്കുമെന്ന അറിയിപ്പ് ബാങ്കിൽ നിന്ന് കിട്ടിയിട്ട് ഭയത്തിൽ കഴിയുന്ന മക്കളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തമ്പുരാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാനായിട്ട് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് എഫാത്ത ഗ്രൂപ്പിലേക്ക് ഈ മക്കൾ മെസ്സേജ് അയച്ചിരിക്കുന്നതും പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നതും. നമുക്കറിയാം, നമ്മുടെ എഫാത്ത ഗ്രൂപ്പിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ വാതിക്കൽ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കൊടുത്ത ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നും സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ആ ബലിയിലേക്ക് മക്കളെയൊക്കെ ഓർത്ത് സ്നേഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നീറുന്ന മനസ്സോടുകൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഒത്തിരി പുകയുന്ന മനസ്സുകൾ, ഒത്തിരി സങ്കടപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. പലരെയും പേഴ്സണലായിട്ട് അറിയാം. ഈ പ്രാർത്ഥന ഇപ്പോൾ എവിടെയെല്ലാം ഏതെല്ലാം മക്കൾ വേദനിക്കുന്നുണ്ടോ അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊക്കെ മുൻപ് കടബാധ്യതയിൽപ്പെട്ട പല മക്കളെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പേഴ്സണലായിട്ട് കൊടുത്ത തിരുവചനവും പ്രാർത്ഥനയാണ് ഇന്ന് ഈ ഗ്രൂപ്പിലൂടെ, നമ്മൾ ഈ ചാനലിലൂടെ പുറത്തോട്ടിടുന്നത്. സ്നേഹത്തോടുകൂടി ഈ ബാധ്യത കഴിയുന്ന മക്കള് അവരുടെ ജീവിതത്തിന്റെ ജ്ഞാനെന്ന ഭാവത്തിലൂടെ അഹങ്കാരത്തിലേക്ക് കടന്നു വന്ന എല്ലാ മേഖലകളിലും ഒരു അനുതാപമുള്ള ഹൃദയത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന നമുക്ക് നോക്കാം. അനുതാപമുള്ള ഹൃദയം ഉണ്ടാകാനായിട്ട്. കാരണം സാമ്പത്തിക മേഖലയിലെ ദുർവിനിയോഗം ചെയ്ത മക്കൾ കാണാം. അതുപോലെ ലോൺ എടുത്തെടുത്ത് തിരിച്ചടക്കണമെന്ന ബോധ്യമില്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന മനോഭാവത്തിലിരിക്കുന്ന മക്കളുണ്ട്. ഇവരെല്ലാം പല മക്കളുടെയും പ്രശ്നങ്ങൾ, കേസിലൊക്കെ പെട്ടുപോയ ഒത്തിരി സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ഈ മേഖലയിലേക്കൊക്കെ ഒന്ന് തമ്പുരാൻ്റെ ഇടപെടൽ ഉണ്ടാകാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കടബാധ്യത മാറാനുള്ള പ്രാർത്ഥന മുന്നിൽ നേരത്തെ പല മക്കളുടെയും ജീവിതത്തിലേക്ക് കൊടുത്ത ഈ പ്രാർത്ഥന സ്നേഹത്തോടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനം നിങ്ങൾ ബൈബിളിലുള്ളവർ വായിക്കണം. അതിൽ ഏതാനും വചനങ്ങൾ ഞാൻ ഇതിനകത്ത് കൊട്ടേഷൻ പറയും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ മറ്റെല്ലാ ജനതകളെയും ഉന്നതനാക്കും. അനേകം ജനങ്ങൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ ആ പ്രമാണത്തിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോഴാണ്, ജ്ഞാനന്റെ ഭാവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം. ലോൺ എടുക്കുമ്പോൾ കൈകൂപ്പി നമ്മൾ നിൽക്കുന്ന മനുഷ്യർ ലോൺ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ കോളറൊക്കെ ഒന്ന് വലിച്ച് കുടഞ്ഞിട്ടിട്ട് ജ്ഞാനന്റെ ഭാവത്തിൽ അഹങ്കരിച്ച് നെഞ്ചും വിധത്തി ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാനും മുന്നോട്ട് പോയി ഒത്തിരി കടബാധിൽ കുരുങ്ങി കിടക്കുന്ന മക്കൾ പേഴ്സണലായിട്ട് എന്നോട് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. അവിടെയെല്ലാം ഒരു അനുതാപമുള്ള ഹൃദയത്തോട് തമ്പുരാൻ്റെ പക്കലേക്ക് അടുത്ത് ഈ നിയമാവർത്തന പുസ്തകം 1 മുതൽ 12 വരെയുള്ള വചനം 28-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 വരെ വചനം വായിച്ച് കൽപ്പനകളിൽ നിന്ന് അകന്നുപോയ മക്കള് സ്നേഹത്തോടുകൂടി തമ്പുരാൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന വചനം യെശയ്യാ 66-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. വചനം ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്ത് നടക്കുകയും ചെയ്യും, മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. ഇതേ അവസ്ഥയിൽ വരണമെങ്കിൽ നമ്മൾ ചെയ്ത പാവങ്ങൾക്ക് ഒരു അനുതാപം ഉണ്ടാകണം. നല്ല ഈ നോയമ്പിൻ്റെ സമയത്ത് അനുതാപമുള്ള ഹൃദയത്തോടുകൂടി ഈ മാർച്ച് മാസത്തിൽ നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങി ഹൃദയത്തിൻ്റെ കാഠിന്യതയെല്ലാം വൈരാഗ്യവും ജ്ഞാനഭാവവും നിരാശകളെല്ലാം കഴുകിക്കളഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ശക്തമായി തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകും. കർത്താവിൻ്റെ മുമ്പിലേക്ക് പറ്റിപ്പോയി എന്ന ആ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമായിട്ട് വിനിയോഗിക്കണം. വീണ്ടും യെശയ്യാ 45:3 ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. കടബാധ്യത മൂലം വിഷമിക്കുന്ന ഓരോ മക്കളും
ഇങ്ങനെ പ്രാർത്ഥിക്കണം. കടബാധ്യത മൂലം വിഷമിക്കുന്ന എനിക്ക് നൽകിയ ഈ മഹാവാഗ്ദാനത്തിന് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോ വചനമാണ്. നമുക്കറിയാം വെളിപാട് 19:14 നമ്മൾ വായിച്ചിട്ടുണ്ട്. രക്തത്തിൽ പൊതിഞ്ഞ മേലങ്കി കൊണ്ട് പൊതിഞ്ഞവന്റെ പേരാണ് ദൈവവചനം. ഈ രക്തത്തിൽ പൊതിഞ്ഞ മേലങ്കി ധരിച്ചിരിക്കുന്ന ഈശോയ്ക്ക് പറ്റും നമ്മുടെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ. രക്തം വിയർത്തുവന് പറ്റും നമ്മുടെ വിയർപ്പ് തുള്ളിയുടെ വില. ഇന്ന് ഈ വചനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കടബാധ്യത മൂലം വിഷമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വചനമൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വരണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനവും, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, യേശയ്യാ 45-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഈ ദൈവവചനത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അനുതാപമുള്ളൊരു ഹൃദയം സ്വന്തമാക്കാനായിട്ട് നല്ലതുപോലെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക. അതുപോലെ കുമ്പസാരിക്കാൻ സാധിക്കാത്തവര് വന്നുപോയ പാകപ്പിഴകൾക്ക് പൈസ ഇട്ട് ദൂർത്തടിച്ചു പോയ നിമിഷങ്ങൾക്കൊക്കെ ഒരു മാപ്പ് പറഞ്ഞ് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് അനുതാപത്തോടുകൂടി നല്ലൊരു ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ച് ആ ചെയ്തു പോയ പാപങ്ങൾക്കൊരു പരിഹാര പ്രാർത്ഥനയൊക്കെ സ്വയം ചെയ്ത് ഒന്ന് വിശദീകരിക്കാനായിട്ടൊരു തീരുമാനമെടുക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനത്തെ നമുക്ക് പ്രത്യാശയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ എനിക്ക് വന്നു ഭവിച്ചിരിക്കുന്ന കടബാധ്യതയും അതുമൂലം ഞാനും എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനയും ഈശോയെ നിനക്ക് ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പൊ ഈശോ പറയുവാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം അനുസരിച്ച് ദൈവമേ എൻ്റെ കുടുംബത്തിന്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാനസിക സംഘർഷങ്ങൾ ഈശോയെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. വീണ്ടും ഈശോ പറയുന്നു റോമ 10:12 തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. ഈ വിശ്വാസത്തോട് നമുക്ക് ചേർത്ത് വിളിക്കുക. ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോ ഓരോ വാക്കുകളും പാഴ്വാക്കുകളല്ല, ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. നിങ്ങൾ ഏറെ ഏറ്റെടുക്കേണ്ട ഒരു വചനമാണിത്. റോമ 10:12 നമുക്ക് പറയാം, ഈശോയെ നിന്നെ വിളിച്ച് അപേക്ഷിച്ച് കൃപ നേടിയ അനേകം അന്തനെ പോലെ, ചുങ്കക്കാരനെ പോലെയും കാനാൻകാരി സ്ത്രീയെ പോലെയും ഞാനിതാ കരഞ്ഞപേക്ഷിക്കുന്നു എന്ന രീതിയിൽ ആ കാനാൻകാരി സ്ത്രീ കരഞ്ഞതുപോലെ, അന്തൻ കരഞ്ഞതുപോലെ കർത്താവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കാം. ഈശോയെ ഈ കടബാധയുടെ മേലെ ഈ ഭാരം എൻ്റെ ഈശോയെ അങ്ങയുടെ ആ തൃപ്പാത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. കടഭാരത്തെയും നമ്മൾ ലോൺ എടുത്തിരിക്കുന്ന ബാങ്ക് മാനേജറെ എടുത്ത് ഓരോ സ്റ്റാഫിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിന്റെ മുൻപിലും പിൻപിലും പ്രവർത്തിക്കുന്ന മക്കളിലേക്കൊക്കെ ദൈവത്തിന്റെ കരം നീളാനും ദൈവത്തിന്റെ ഒരു കരം അവിടെ എല്ലാം പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഏറ്റവും വിശ്വാസത്തോടുകൂടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വചനം നമുക്ക് ചേർത്ത് വെക്കാം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഈ വചനത്തിന്റെ ശക്തിയാൽ സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങി എനിക്ക് മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുനാമത്തിൽ തുറക്കട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തില് 6 മുതലുള്ള വചനത്തിൽ പറയുന്നു, എലീശ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. നമ്മുടെ ഈ ബാങ്കിന്റെ ലോൺ അടയ്ക്കാനായിട്ട് നമ്മൾ സ്ഥലം വിൽക്കാൻ കിടക്കുന്ന മേഖലകളുണ്ട്. പല മേഖലയിലും സാമ്പത്തിക തടസ്സങ്ങൾ പെട്ടുകിടപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. സാമ്പത്തിക തടസ്സമുണ്ടാക്കുന്ന തിന്മകളെല്ലാം യേശുനാമത്തിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കടം വീട്ടുവാൻ വഴി തേടി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാലാഖമാരെ എനിക്ക് മുൻപേ നിയോഗിക്കണമേ, മാലാഖമാരെ എനിക്ക് മുമ്പ് സഞ്ചരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവായ ദൈവമേ, കടം വീട്ടാനുള്ള എൻ്റെ പരിശ്രമങ്ങളെ അഭിഷേകം ചെയ്യണമേ. ധൈര്യവും പ്രത്യാശയും വിവേകവും വിവേചന ശക്തിയും പരിശുദ്ധാത്മാവെ എനിക്ക് തന്നനുഗ്രഹിക്കണമേ. ഞാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ വരുത്തിയ കടം മൂലം ഓരോ മക്കളും കർത്താവെ വേദനിക്കുന്നു. അവരുടെ ക്ലേശങ്ങൾ പരിശുദ്ധാത്മാവെ അവരിലെല്ലാം നിറഞ്ഞ് എൻ്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ വേദനകളിലെല്ലാം ഈശോയെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഫിലിപ്പി 4:13 ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:19 അഭിഷേകത്തിൽ പൂർണ്ണമായി വ്യാപരിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ ഒരു വിശ്വാസത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സങ്കടങ്ങളെയും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് തമ്പുരാന്റെ സാന്നിധ്യം നിറഞ്ഞ് അഭിഷേകമുള്ള അനുഗ്രഹമുള്ള ജീവിതത്തിനുടമയാകുവാൻ ദൈവം സമൃദ്ധിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.